Good morning, dear friends. I hope you remember me. ഇന്നലെയാണ് നമ്മൾ ഈ പ്രത്യേക ചാനൽ തുടങ്ങിയത്. എൻ്റെ പേര് പ്രൊഫസർ ഗോപാലകൃഷ്ണൻ, റിട്ടയർഡ് പ്രിൻസിപ്പൽ ആൻഡ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്, ഗവൺമെൻറ് കോളേജ് മലപ്പുറം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട്. 26 നിങ്ങളുടെ ആൻസറെങ്കിൽ അത് തെറ്റ്. ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങൾ അല്ല. ഓക്കെ, അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകണം. ആരോട് ചോദിച്ചാലും പറയും ഇംഗ്ലീഷ് എത്ര അക്ഷരം 26, മലയാളത്തിൽ എത്ര 51, ഇംഗ്ലീഷ് 26 എന്നുള്ളൊരു ടേക്കൺ ഫോർ ഗ്രാൻഡ്. അതിൽ ആർക്കും സംശയങ്ങളില്ല, മനസ്സിലായി. അപ്പോൾ അതാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇംഗ്ലീഷ് 26 അക്ഷരങ്ങളല്ല, ഇംഗ്ലീഷ് അക്ഷരം എന്ന് പറയുന്നത് 70. എന്തുകൊണ്ട് 70 എന്ന് ചോദിച്ചാൽ 1917 വരെ, 1917 വരെ ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 17 ഇംഗ്ലീഷിലെ ഈ 26 അക്ഷരങ്ങളുടെ ലിമിറ്റേഷനും അതിൻ്റെ കുഴപ്പങ്ങളും സാഹിബ് മനസ്സിലാക്കുകയും അന്ന് മുതൽ ഇംഗ്ലീഷിന് അഡീഷണലായിട്ട് 44 ഫോണറ്റിക് ലെറ്റേഴ്സ് കൂടി ചേർത്ത് 26 + 44 70 ആണ് ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ 1917 മുതൽ, 1917 ഓൺവേഴ്സ്. ഇനി A to Z 26 ലെറ്റേഴ്സിന് പുറമെ അതിന് റോമൻ ലെറ്റേഴ്സ് എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ 44 ഫോണറ്റിക് ലെറ്റേഴ്സ് കൂടി വന്നു. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാരണം, ഒരക്ഷരത്തിന് ഒരു പ്രൊനൗൺസിയേഷൻ മാത്രം കിട്ടുന്നതാണെങ്കിൽ ഇറ്റ്സ് ആൻ ഓണസ്റ്റ് സിറ്റുവേഷൻ. നമ്മളെ കൺഫ്യൂസ് ചെയ്യില്ല. എല്ലാ ഭാഷകളിലും ഒരക്ഷരത്തിന് ഒരു സൗണ്ടാണ്. മലയാളത്തിൽ 51 അക്ഷരങ്ങൾക്ക് 51 സൗണ്ടാണ്. പക്ഷേ ഇംഗ്ലീഷിൽ 26 അക്ഷരത്തിന് 44 അതിലധികം സൗണ്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ശരിക്കും 44 അക്ഷരങ്ങൾ വേണം. ആ 44 അക്ഷരങ്ങൾക്ക് സ്ഥാനത്താണ് 26 അക്ഷരങ്ങൾ നമ്മൾ ഒപ്പിക്കുന്നത്. അത് സാഹിബ് മനസ്സിലായി. അതുകൊണ്ട് കുഴപ്പം എന്താണ്? നമ്മൾ ഈ 26 അക്ഷരങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പം 3 ഒന്ന്, ഒരക്ഷരം പല സൗണ്ട്സ് തരും. പല അക്ഷരങ്ങൾ ഒരു സൗണ്ട് വരും. ചില അക്ഷരങ്ങൾ എഴുതും, പക്ഷെ നമ്മളത് വായിക്കാൻ പാടില്ല, പ്രൊനൗൺസിയേഷൻ അത് വരില്ല. ഈ 3 കുഴപ്പങ്ങളാണ് 26 അക്ഷരങ്ങൾക്കുള്ളത്. അത് ശരിക്കും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കോമഡി ആയിട്ട് പറയുന്നത് ഇംഗ്ലീഷിൽ നോക്കി തലയില്ലാത്ത ഭാഷയാണ്, എഴുതുന്ന ഒന്ന് വായിക്കുന്ന വേറെന്ന് പറയുന്ന സിറ്റുവേഷൻ വരാൻ കാരണം ഒരക്ഷരത്തിന് പല സൗണ്ട്സ് ഉള്ളതുകൊണ്ടാണ്. ആ സിറ്റുവേഷൻ മാറ്റാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഒരക്ഷരത്തിന് ഒരു സൗണ്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറുകയാണെങ്കിൽ, അങ്ങനെ മാറുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഫോണറ്റിക് ലെറ്റേഴ്സ് കൂടി പഠിക്കണം. ആ ഫോണിൽ 26 അക്ഷരം നമ്മൾ എഴുതുന്നു, ഫോണറ്റിക് ലെറ്റേഴ്സിലേക്ക് മാറ്റി എഴുതുന്നു, എന്നിട്ട് വായിക്കുന്നു, അത് കറക്റ്റ് ആയിരിക്കും. ആ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ശശി തരൂരിൻ്റെ വേർഷൻ അടക്കം നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് ശശി തരൂർ ഇത് തമാശയായിട്ടാണ് എഴുതുന്നത്. അദ്ദേഹം ഇത് നമുക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പം നമ്മൾ അതിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കാൻ പോവുകയാണ്. ഈ കൺഫ്യൂഷൻ 100% മാറണമല്ലോ. അത് മാറ്റാനുള്ള സംവിധാനം ഇംഗ്ലീഷ് തന്നെ ഉണ്ട്. ഡിക്ഷണറി തുറക്കൂ. നമ്മൾ ഡിക്ഷണറി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്, വാക്കുകളുടെ അർത്ഥം അറിയാൻ വേണ്ടിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആ ഓരോ വാക്കിൻ്റെയും ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ കൂടി ഓരോ ഡിക്ഷണറിയിലുണ്ട്. പക്ഷേ ആ പ്രൊനൗൺസിയേഷൻ വായിക്കാനുള്ള കഴിവ് നമുക്കില്ല. കാരണം എന്താ? അത് വേറെ അക്ഷരങ്ങളാണ് ഇരിക്കുന്നത്, ലെറ്റേഴ്സാണ് ഇരിക്കുന്നത്. അത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ സിസ്റ്റത്തിൽ അതില്ല. KG to PGയിലുള്ള സിസ്റ്റത്തിൽ ഇപ്പോൾ പോലും 26 അക്ഷരങ്ങളേ ഉള്ളൂ എന്ന രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഉച്ചാരണത്തിൻ്റെ കേസിൽ, പ്രൊനൗൺസിയേഷൻ്റെ കേസിൽ നമ്മൾ 100% തെറ്റിപ്പോകുന്നു. അത് മാറണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് 26 അക്ഷരമല്ല 70 അക്ഷരമുള്ള ഒരു ഭാഷയായിട്ട് നമ്മൾ മാറ്റാൻ നമുക്ക് പറ്റണം. ഈ 26 അക്ഷരങ്ങൾ, ഈ 70 അക്ഷരങ്ങൾ ുള്ള ഒരു ഇംഗ്ലീഷ് നമുക്ക് മാറണം. നമ്മൾ ജന്മാവകാശം കൂടിയാണ്. കാരണം ഓരോ വാക്കിൻ്റെ ഉച്ചാരണം എന്താണെന്ന് നമുക്ക് ഡിക്ഷണറി നോക്കി പഠിക്കാൻ പറ്റണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വാക്കിന് ഉച്ചാരണം നമുക്ക് സംശയം വരികയാണെങ്കിൽ സാഹിബ് എന്താ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ നോക്കും, അല്ലെങ്കിൽ ChatGPT ചോദിക്കും. പക്ഷേ ഡിക്ഷണറി അതുണ്ട്.
ഒരു വാക്കിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി നമ്മൾ ആരും ചോദിക്കുന്നില്ലല്ലോ, ആ ഡിക്ഷണറി നോക്കുന്ന. അതുപോലെ തന്നെ ഒരു വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയാനും അതേ ഡിക്ഷണറി ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മൾ സമഗ്രമായൊരു പരിപാടി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഈ 70 അക്ഷരം കൂടി നമ്മൾ പഠിച്ചതിന് ശേഷം ആണ് നമ്മൾ ഉച്ചാരണത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോവുക. അപ്പോൾ ഈ 70 അക്ഷരങ്ങൾ ഇത് പോകുന്ന ഒരു ഇംഗ്ലീഷിൻ്റെ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ നാളെ മുതൽ ഇത് പോവുക. അതിന് അഡീഷണൽ പഠിക്കുന്ന ലെറ്റേഴ്സിൻ്റെ പേരാണ് ഫോണറ്റിക് ലെറ്റേഴ്സ്. ഇനി എന്താണ് ഫോണറ്റിക്സ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞത് വെച്ചാൽ, നമുക്കൊരു ഫോണറ്റിക് സിറ്റുവേഷൻ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ മാറി. ഇപ്പോഴത്തെ എന്താ പറയുക, 26 അക്ഷരങ്ങൾ ഫോണറ്റിക് അല്ല. ഫോണറ്റിക് എന്ന് പറഞ്ഞാൽ 1 ലെറ്റർ 1 സൗണ്ട് സിറ്റുവേഷനാണ് ഫോണറ്റിക്. മലയാളം അടക്കമുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ഫോണറ്റിക്കാണ്. കാരണം ഒരക്ഷരത്തിന് ഒരു സൗണ്ടേ ഉള്ളൂ. അപ്പം നമ്മൾ മലയാളം ഫോണറ്റിക്കാണ്, ഹിന്ദി ഫോണറ്റിക്കാണ്, തമിഴ് ഫോണറ്റിക്കാണ്, എല്ലാം ഫോണറ്റിക്കാണ്. ലോകത്തിലെ മിക്കവാറും എല്ലാ ഭാഷകളും തന്നെ ഫോണറ്റിക്കാണ്, എക്സെപ്റ്റ് ഇംഗ്ലീഷ് പോലുള്ള ചില ഭാഷകൾ. ഇംഗ്ലീഷാണ് അതിന് മെയിനായിട്ടുള്ളത്. അത്തരം ഭാഷകൾ മറ്റൊരു ഭാഷയാണെന്നത് രണ്ട് ആൽഫബറ്റുകൾ വേറെ ഭാഷയില്ല. ശരിയാണ്. ഓക്കെ. സോ ഇംഗ്ലീഷിൽ മാത്രമാണ് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ 2 സെറ്റ് ഓഫ് ആൽഫബറ്റ്. ബാക്കി എല്ലാ ഭാഷകളിലും ഒരു സെറ്റ് ഓഫ് ആൽഫബറ്റ് ഉണ്ട്. അപ്പം നമുക്ക് 2 സെറ്റ് ഓഫ് ആൽഫബറ്റ് ഉണ്ട്. ഓക്കെ. ഒന്ന് റോമൻ ആൽഫബറ്റ് 26 ലെറ്റേഴ്സ്, മറ്റേ ഫോണറ്റിക് ആൽഫബറ്റ് 44 ലെറ്റേഴ്സ്. അപ്പോൾ ഈ ലെറ്റേഴ്സ് കൂടി പഠിച്ചതിന് ശേഷം നമ്മൾ അത് എന്താ പറയുക, നമ്മുടെ പ്രോഗ്രാം മുമ്പോട്ട് പോകും. ഇനി നമുക്ക് ചില ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. അത് നമുക്ക് ഇപ്പോൾ സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കത് അത്യാവശ്യം എന്താ പറയുക 2-3 ലെറ്റേഴ്സ് നമുക്ക് എടുത്ത് നോക്കാം. ദ ഫസ്റ്റ് ലെറ്റർ എ. The first letter A in Roman letters, the first letter is A. Okay. A എന്നൊരു അക്ഷരത്തിന് എത്ര പ്രൊനൗൺസിയേഷൻ ഉണ്ട്? മിനിമം 6-7 ഉണ്ട്. A for apple, സൗണ്ട് A ആണ്, ആ അല്ല. ഓക്കെ. A for altar, altar, പ്രൊനൗൺസിയേഷൻ O ആണ്. A for agent, പ്രൊനൗൺസിയേഷൻ A ആണ്. ഓക്കെ. A for marriage, MARRIAGE, ആ എ നമുക്ക് ഇ എന്നുള്ള സൗണ്ട് അത് വരുന്നത്. ഓക്കെ. A for above, ABOV, അവിടെ നമുക്ക് എന്താ വരുന്നത്, എന്നുള്ള സൗണ്ട്, above. ഓക്കെ. എന്നുള്ള ആ തന്നെയാണ് above തരുന്നത്. ഓക്കെ. അങ്ങനെ മലയാളത്തിൽ ആ സൗണ്ട് ഇല്ല. അങ്ങനെ 6 to 7 സൗണ്ട്സ് ഫസ്റ്റ് ലെറ്ററിനുണ്ട്. ഓക്കെ. അതുപോലെ മിക്കവാറും എല്ലാ ലെറ്റേഴ്സിനും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. നമുക്ക് 1 by 1 ആയിട്ട് അതൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റി എഴുതാം. ഏതിലേക്ക്? ഫോണറ്റിക് ലെറ്റേഴ്സ്. അപ്പോൾ ആ മാറ്റി എഴുതണമെങ്കിൽ നമ്മൾ ഫോണറ്റിക് ലെറ്റേഴ്സ് പഠിച്ചുകൂടി വേണം. അത് നമ്മൾ 1 by 1 ആയിട്ട് ഈ പരിപാടി നമ്മൾ പഠിക്കുന്നവഴിയായിരിക്കും. ഓക്കെ. അപ്പോൾ നാളെ നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം. അതുവരെ ബായ്. എനിക്ക് ഷോർട്ട് വീഡിയോയിൽ പറ്റുള്ളൂ. ലോങ് എടുത്താൽ പലപ്പോഴും കൂടെ അപ്ലോഡ് ആവുന്നില്ല. ഞാൻ ടെക്നിക്കായിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ മുതൽ വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച്.